ഒരു മാധ്യമങ്ങളിലും കാണാത്ത പിണറായിയുടെ ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് പുറത്തു വന്നതാണ്. കണ്ടില്ലേ? റെഡ് വോളണ്ടിയർമാരിൽ ഒരാളുടെ കുഞ്ഞിനോട് മുത്തശ്ശൻ്റെ വാത്സല്യം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയാണ്. അതും ആ കുരുന്നിനെ കയ്യിലെടുത്ത്. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ക്യാമറ ഓണാകില്ല. ക്യാമറകൾ മിഴിപൂട്ടും, അഥവാ മനഃപൂർവ്വം പൂട്ടിക്കും. നമ്മൾ ഇങ്ങനെയല്ലല്ലോ ഒരാളെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ അടുത്ത ദിവസം സമ്മേളനത്തോടനുബന്ധിച്ച് മറ്റൊരു കുട്ടി മുഖ്യമന്ത്രിയുടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴുള്ള ദൃശ്യവും ആ കുട്ടിയെടുത്ത ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഈ കാണുന്നതാണ് ആ ഫോട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഫോട്ടോ സമ്മേളന വേദിയിലെ ഒരു കുട്ടി പകർത്തിയ ചിത്രമെന്നുള്ളതിലേക്ക് വാർത്ത കണ്ടിരുന്നു? ഇതിപ്പോൾ സതീശനാണ് ആ കസേരയിൽ ഇരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പുണ്യാളനാണ് ഇരുന്നതെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ക്യാപ്ഷനിൽ ആ ചിത്രം പ്രചരിച്ചനെ. കുഞ്ഞുങ്ങളോട് എത്ര വാത്സല്യമുള്ള പുണ്യാളൻ എന്ന ക്യാപ്ഷനിലൊക്കെ അത് വല്ലാതെ പ്രചരിച്ചനെ. പക്ഷേ ഇടതുപക്ഷത്തെ നയിക്കുന്ന ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ ചിത്രങ്ങളോട് വല്ലാത്ത അസഹിഷ്ണുതയുണ്ട്. ആ ചിത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയാൽ നമ്മൾ കൃത്രിമമായി ഒരാൾക്കെതിരെ സൃഷ്ടിച്ചിരിക്കുന്ന ധാർഷ്ട്യ കഥകൾ പൊളിയും, ധിക്കാരത്തിൻ്റെ കഥകൾ പൊളിയും. അതുകൊണ്ട് ഇതെല്ലാം മനഃപൂർവ്വം പൊതിഞ്ഞു പിടിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചാലും അത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്, വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. ആ പ്രചരണം കണ്ടിട്ട് കുരു പൊട്ടി ഒലിക്കുന്നുണ്ട് പലർക്കും. സഹിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ കെട്ടിപ്പടുത്തത് പലതും തച്ച് തകർക്കപ്പെടുകയാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കാത്ത അവസ്ഥ വരികയാണ്. മാപ്രകളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് മനഃപൂർവ്വം ചാർത്തിക്കൊടുത്ത കുറേയേറെ ചാപ്പകളുണ്ട്. അത് പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ ചാപ്പകളെല്ലാം പുതിയ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കൃത്രിമ നിർമ്മാണങ്ങളായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് ഈ ദൃശ്യങ്ങൾ തന്നെ സഹായകരമാകുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ ഗൗരവതരമായി വിഷയങ്ങളെ നേരിടുകയും ഗൗരവതരമായി സംസാരിക്കുകയും ചെയ്യുന്നത് ഒരാളുടെ മേൽ ചാപ്പ കുത്താൻ അവസരമുണ്ടായി. മാധ്യമങ്ങളോട് ചിരിച്ചും കളിച്ചും തൊട്ടും തലോടിയും നിൽക്കാത്തത് കൊണ്ട് ധാർഷ്ട്യക്കാരനാകും, ധിക്കാരിയാകും, അഹങ്കാരിയാകും. അതിനപ്പുറത്തേക്ക് വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്വകാര്യ ഇടങ്ങളിൽ എന്താണ് പിണറായി വിജയൻ എന്ന് ആ ദൃശ്യങ്ങൾ വെളിവാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ചില പ്രത്യേക താല്പര്യക്കാർ, മാധ്യമ മേഖലകളിൽ ക്യാമറയും തൂക്കി നടക്കുന്ന കുറെ സംഘി കൊങ്ങി കൃസംഗി മുസംഗി മനസ്സുള്ളവർ ചില നിശ്ചല ചിത്രങ്ങളെയും അല്ലെങ്കിൽ ഒരാൾ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യത്തെ ക്യാപ്ഷൻ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചും ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്തിയത്. അതിനപ്പുറത്തേക്ക് പിണറായി എന്താണെന്നും എങ്ങനെയാണെന്നും ഓരോ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് എവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും വളരെ കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണെന്ന് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വീണ്ടും വീണ്ടും സമൂഹത്തിൻ്റെ മുന്നിൽ വെളിവാക്കുകയാണ്. അതുകൊണ്ട് കൃത്രിമ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരോട് പറയാനുള്ളത് ഒറ്റ വാചകമുള്ളൂ: കടക്ക് പുറത്ത്.